നല്ല നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അഭിരാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു മാസ് കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫ്രീക്കർ, അല്ലെങ്കിൽ എന്താ പറയുക കോമഡി കഥാപാത്രങ്ങൾ, വില്ലൻ, ഇതിലൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഥാപാത്രമാണ്. ഓൾസോ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു ഏത് സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്? ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റിൽ ബ്രോ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോദിച്ചില്ലേ, ഇങ്ങനെ ചോദിപ്പിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് ഇത് ഞാൻ പിടിച്ചത്. കാര്യം വായിച്ചപ്പോഴും ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടറാണ്. അതിൻ്റെ ഡയലോഗാണെങ്കിലും രൂപമാണെങ്കിലും സ്വഭാവവും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യം. നമ്മളെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സിനിമയുടെ ടീമാണെങ്കിലും ഒരാളെ കണ്ടും അയാൾ ചെയ്തേക്കുന്ന വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിന് വേണ്ടി പറയണല്ലോ കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നത്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പല രാജ്യങ്ങളിലും നടക്കുന്ന പോലെ ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ മച്ചമ്പീനെയും കൂട്ടുകാരെയും അടിക്കമ്പനിക്കാരെയും അല്ലാതെ പുറത്തൊന്നും ഇതേപോലെ ഒന്ന് ചെയ്യിപ്പിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ടാലൻസിനെ ശരിക്കും എടുക്കാൻ പറ്റും, നമ്മുടെ ആ കംഫർട്ട് സോണൊന്ന് വിട്ട് കഴിഞ്ഞാൽ. അപ്പം എനിക്ക് ഞാൻ ഏറ്റവും നന്ദുവിനോട് പറയാനുള്ളത്, എന്നെ കണ്ടിട്ട് പല ആൾക്കാർക്കും തോന്നാത്ത കാര്യം ഇവന് തോന്നിയല്ലോ, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഈ കംഫർട്ട് സോണിലുള്ള കമ്പനിക്കാരെ മാത്രം വിളിക്കാതെ പുറത്തുനിന്നും വിളിച്ച് ചിലപ്പോൾ ചെയ്യിപ്പിച്ചോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഔട്ട് കിട്ടും. ഇവനിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടറിനെ സാധാരണ ഉള്ളതിൽ നിന്നും കുറച്ച് കിട്ടും. അപ്പം അതിനെനിക്ക് തോന്നി ഞാനിത് റെഡിയായിരുന്നു, എന്ത് പണ്ടാരം നടന്നാലും ഞാനിത് വിടൂല എന്ന് റെഡിയായിരുന്നു. അവനാ എടുത്ത ഒരു എഫേർട്ടാണ്. ഇവനെ കൊണ്ട് ചിലപ്പോൾ ഇത് പറ്റുമായിരിക്കും തോന്നിയത്. താങ്ക്സ് അവിടെ പറയണം. ദ ക്രെഡിറ്റ് ഗോസ് ടു. അവരെ വിളിക്കാതെ എനിക്കിത് എത്തൂല്ല. ഞാനവിടെ ഡയറക്ടർ ഹായ്, എൻ്റെ പേര് ദീപ്തി, ഞാൻ ആസ്പിറൽ വെഞ്ചേഴ്സിൻ്റെ ആങ്കറാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ അഖിലേനോടാണ്. അഖില ഇവിടെ നിന്നാണ് ഇവിടെ അഖിലേക്ക് വേണം. ഓക്കെ, അപ്പോൾ അഖില ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സിനിമകൾ ചെയ്തു. പക്ഷെ നമുക്ക് ഈ ഒരു സിനിമ എടുത്ത് പറയുവാണെങ്കിൽ അഖിലേൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ഉള്ളൊരു ക്യാരക്ടറാണ്, കുറേ ഒരു ജേണർ കൂടെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി അഖിലേക്ക് വന്ന സമയത്ത് അഖില എടുത്ത എഫേർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്? ഞാൻ ഇപ്പോൾ കുറേ സിനിമകൾ എന്നല്ല, ഒരു 4 സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്കിതിൽ കുറേ ഇമോഷൻസ് എനിക്കിതിൽ ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് വായിച്ചപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അതായത് ഇതുവരെ എന്നെ സ്ക്രീനിൽ കണ്ടത് ചിലപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാട് നടക്കുന്നൊരു കുട്ടി, തമാശ പറയുന്ന അങ്ങനത്തെ, ഇപ്പോൾ പ്രേമലൂലും സൂക്ഷ്മദർശിനിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും എല്ലാവരുടെയും മൈൻഡിൽ. അപ്പോൾ അതിൽ നിന്ന് മാറി ഇതിലെനിക്ക് എല്ലാ ഇമോഷൻസും എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പോരാത്തതിന് 3 സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും, അതായത് കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി, അത് കഴിഞ്ഞ് അമ്മയാവുന്നു, അത് കഴിഞ്ഞ് എൻ്റെ മകൻ്റെ 10 വയസ്സുള്ളപ്പോൾ ഉള്ള ആ ഒരു പ്രായം, അങ്ങനെ 3 സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിത് എനിക്ക് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിത് കുറേ ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആസ് ആൻ ആക്ടർ എൻ്റെ ഗ്രോത്തിന് ഇതെന്തായാലും നല്ലതായിരിക്കും എന്നുള്ള ഒരു ഒറ്റ തോട്ടിലാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. എങ്ങനെ പെർഫോം ചെയ്യണമെന്നും എങ്ങനെ പെർഫോം ചെയ്യാൻ പാടില്ല എന്നും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പലതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കുറേ സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഓരോന്നിങ്ങനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നന്ദു ഓക്കെ ഷോട്ട് ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേക്കിലൊക്കെ ചിലപ്പോൾ നന്ദു ഷോട്ട് ഓക്കെ എന്ന് പറയും. അപ്പോൾ നമ്മളിരുന്നിട്ട് ഇങ്ങനെ പറയും ഇതെന്ത് ഇത്. അപ്പോൾ അമിതേട്ടൻ പറയും ചിലപ്പോൾ ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും നന്ദു ഓക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തമാശ രീതിയിൽ അങ്ങനെയൊക്കെ പറയായിരുന്നു. എന്നാലും നന്ദുവിനെ നമ്മളിൽ നിന്ന്, അതായത് നന്ദു വിചാരിക്കുന്ന സാധനം കിട്ടിക്കഴിഞ്ഞാലേ നന്ദു ഓക്കെ പറയാറുള്ളൂ. പിന്നെ എന്താ പറയുക, ഇതിൽ ഞാനല്ല ഇത് സംസാരിക്കണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ലീല ചേച്ചിയാണ്, ലീലാമ്മയാണ് ഇത് ഏറ്റവും കൂടുതൽ സംസാരിക്കും. ലീലാമ്മ എടുത്ത എത്ര എഫേർട്ടിൻ്റെ അത്രയൊന്നും ആരും എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പല്ലും വെക്കും, നഖവും വെക്കും, രാവിലെ വന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക, രാത്രി ഇപ്പോൾ ഒരു 10 മണിക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒരു 1 മണി 2 മണി വരെയൊക്കെ പോയ ദിവസങ്ങളുണ്ട്. ഇത്രയും സമയം ആ വീട് കണ്ടാൽ അറിയാലോ, അത്രയും ആ വീടിൻ്റെ ഉള്ളിൽ മേലത്തെ മുറിയിൽ നിന്നാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശ്വാസം മുട്ടുന്ന ആ ഒരു മുറിയിൽ നിന്ന് ഇത്രയും ആൾക്കാർ നിന്ന് അതിൻ്റെ ഇടയിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. ചൂടും അതിൽ ആ ഒരു സമയത്ത് വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലീലാമ്മയ്ക്ക് അടിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുക. അതെ, ഡയറക്ടർ. അതേപോലെ ഓരോ സമയത്ത് ഓരോ ക്യാരക്ടർ വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ കഥാപാത്രം ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബോഡി ഫിറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കഥാപാത്രം വരുമ്പോൾ ഇത്രയൊന്നും വേണ്ട, ഇച്ചിരി വണ്ണം വെക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ആവണം എന്ന് പറയും. ഇതിലേക്ക് ആ കഥാപാത്രം കുറച്ച് ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ വേറൊരു ലുക്കിലോട്ട് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസ് അതേപോലെ കഥാപാത്രം ട്രാൻസ്ഫോർമേഷനും? എന്നോട് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ 3 കാലഘട്ടം ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയി. ഒരു ആദ്യം പ്രായമായിട്ടുള്ളത്, വീക്കായിട്ടുള്ളൊരു സമയം, പിന്നെ അതിലോട്ട് പോകുന്ന ഒരു ഇതും, പിന്നെ യങ് ആയിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, അതായത് പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയ സമയം പ്ലാൻ ചെയ്തിരുന്നത്, ആദ്യം നമ്മൾ ഏറ്റവും അവസാനത്തെ വീക്കായിട്ടുള്ളത് തുടങ്ങുന്നു, പിന്നെ മിഡ്, പിന്നെ ചെറുപ്പത്തിലോട്ട് പോകണം. പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു. പ്ലാനിങ് പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ നല്ലപോലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചിത്തിരി ഒന്ന് ആ ഒരു വ്യത്യാസക്കാരി ഷർട്ടില്ലാതൊക്കെ കുറെ സീനുണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാവും ആൾക്കാർക്ക്, ഇതേ ഇവൻ മറ്റേ നര മാത്രം ഇട്ട് വന്ന് നിൽക്കാണല്ലോ. അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ രാവിലെ ചിലപ്പോൾ 6:30 അല്ലെങ്കിൽ സമയത്ത് എത്തണം. എവറിഡേ ഒരു 5 o'clock മുമ്പ് വർക്കൗട്ട് ചെയ്യാനുള്ളതും ഭക്ഷണവും എല്ലാം കട്ട് ചെയ്ത്, ഷുഗറും അങ്ങനെയുള്ള എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം അത് കാണുമ്പോൾ അറിയാം തുടക്കത്തിൽ എൻ്റെ ശരീര വ്യത്യാസം തീരുന്ന സമയത്ത്. പക്ഷെ ഇതെല്ലാത്തിനും കൂടി നമുക്കാകെ 10-30 അല്ല എത്ര 45 ദിവസം ഷൂട്ടിംഗ് ഡേയ്സ് ഉള്ളൂ. ഇതിൽ വരുത്തേം വേണം. അപ്പോൾ 25 അതിനിടയ്ക്ക് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് വന്ന ആ ഷെഡ്യൂൾ ബ്രേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം. എനിക്ക് അത്രയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം അവനാണെങ്കിൽ അവൻ്റെ പാടറിയാം, എങ്ങനെയെങ്കിലും ഈ പറയണ കോൺസെപ്റ്റ് ഒന്ന് എടുത്ത് മനസ്സിലാക്കാൻ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഇത് ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ എന്നെ ആൾക്കാരെ ഏറി തൂക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പരമാവധി ഭക്ഷണത്തിന്റെ രീതിയിൽ, ഉറക്കം കുറച്ചിട്ടായാലും വീക്കാവാൻ്റെ രീതിയിലെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഡബ് ചെയ്യാൻ വന്നപ്പോ അഖിൽ എന്നോട് ചോദിച്ചു, ഇത്രയും കൊടുവേറുണ്ടായിരുന്ന? അപ്പോൾ ഇങ്ങനെ കുറെ കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാഹുബലിയാണുള്ളത്. നമുക്ക് കിട്ടണ വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ശ്രമിച്ചവര് തോന്നിയായിരുന്നോ കണ്ടപ്പോ? അതാണ് ചോദിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന ഫുൾ ടൈം ജിമ്മിലാണ് കാണുന്നത്. എപ്പോഴും നല്ല ബോഡി ഫിറ്റ്നസ്. അപ്പോൾ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ് അല്ല ഒരു കഥാപാത്രം. അത് ഷോർട്ട് ടൈമില് അതങ്ങനെ ചോദിക്കാൻ കാരണം, ആ ഷോർട്ട് ടൈമിൽ അത് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാ. താങ്ക് യു. ഹലോ അമിതേട്ടാ.